എന്ത് സാധനം കിട്ടിയാലും ഭഗവാന് സമർപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഭഗവാൻ തരുന്നതാണ്. എപ്പോഴും നമുക്കില്ലാത്ത സംഭവമാണ് നന്ദി പറയുക, സോറി പറയുക. എന്ത് സാധനം കിട്ടിയാലും നന്ദി പറയുക. നന്ദി പറഞ്ഞ ശേഷം നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണങ്ങൾ നമുക്കുണ്ടാവും. ആ ഡ്രസ്സ് ഇട്ടാലും എല്ലാം നമുക്ക് ഗുണങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അറിയാതെ നമുക്ക് തെറ്റുപറ്റിയാൽ സോറി പറയുക. രാത്രി കിടക്കുമ്പോൾ എപ്പോഴും സോറി പറയുക, നന്ദി പറയുക, വിട്ടുകൊടുക്കുക. അതായത് നമ്മൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ആ രാത്രി ഉറക്കത്തോടെ തീർന്നിരിക്കണം. പിറ്റേ ദിവസം അത് പാടില്ല, വൈരാഗ്യം പാടില്ല. ഈ വൈരാഗ്യം വരുമ്പോഴാണ് ഈ ബ്ലാക്ക് മാജിക്കൊക്കെ കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ വഴക്കിനൊക്കെ പോകുമ്പോഴാണ് ബ്ലാക്ക് മാജിക്ക് കൂടുതലായിട്ട് വരുന്നത്. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ തകിടുകൾ കുഴിച്ചിടുന്ന ആൾക്കാരുണ്ട്. ആ തകിടുകൾക്ക് കുഴിച്ചിട്ടിച്ചാൽ നമുക്ക് പ്രശ്നം വരും. നമ്മുടെ കുടുംബത്തിൽ ഒരു ക്ഷുദ്രം ചെയ്യാന്ന് പറയും. ഇങ്ങനെ ഒരു കിട്ടാലൊക്കെ പ്രശ്നം വരും. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് പറഞ്ഞ ആരും വിശ്വസിക്കില്ലെങ്കിലും ഇതൊക്കെ അനുഭവമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. പിന്നെ ബ്ലാക്ക് മാജിക് ഒരുപാടായി കഴിഞ്ഞാൽ പൃഥ്വിഗിരി ഹോമങ്ങൾ അതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും. അതിനൊക്കെ സാമ്പത്തികം ഒരുപാടാവും. പൃഥ്വിഗിരി ഹോമം, ബഗളാമുഖി, മഹാസുദർശനം. ബഗളാമുഖി പൃഥ്വിങ്കിരം ചെയ്യുന്നത് ദോഷങ്ങൾ മാറാൻ, മഹാസുദർശനം ചെയ്യുന്നത് നമുക്ക് ഐശ്വര്യം ഇടാൻ. എന്നിട്ട് ശൈവ വൈഷ്ണവ ശക്തിയായിട്ട് വായിച്ചു ചാടലൊക്കെ ചെയ്ത് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്രയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്